ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. എബ്രായ ലേഖനം 4:12 നമ്മളിങ്ങനെ പഠിക്കും. കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിവജ്രങ്ങളിലും മജ്ജകളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും വിവേചിച്ചറിയുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ മുന്നിൽ നാം ഇരിക്കുമ്പോൾ സജീവമായ തിരുവചനം ഊർജ്ജസ്വലമായിട്ട് നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഈ സമയത്തെ ഉപയോഗിക്കാം. നമ്മൾ ഈ വചനവേദിയിലെ വചനം വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈശോ ഈ ഭൂമുഖത്ത് വന്ന് എന്ത് സന്ദേശമാണ് ലോക ജനതയ്ക്ക് നമുക്ക് നൽകിയത് എന്ന് നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈശോ ഭൂമുഖത്ത് വന്നപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഈശോയുടെ വചനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സന്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 4:17 നമ്മളിങ്ങനെ പഠിക്കും. ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷകൻ പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് ഈശോയുടെ പ്രസംഗത്തിൻ്റെ 2 പ്രധാനപ്പെട്ട സന്ദേശം: 1 മാനസാന്തരപ്പെടണം, 2 സ്വർഗരാജ്യം സമീപയാണ്. ഇതേ കാര്യം തന്നെ മാർക്കോസ് സുവിശേഷകൻ 1:15 മാർക്കോസ് 1:15 പറയും. അത് ഇങ്ങനെയാണ് പറയുക: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതായത് ഇങ്ങനെയാണ് ഈശോയുടെ പ്രസംഗം എന്തായിരുന്നു, മാനവകുലത്തോട്, എന്നോടും നിങ്ങളോടും ഈശോ എന്താണ് പ്രസംഗിച്ചത്, എന്ത് സന്ദേശമാണ് പറഞ്ഞത് എന്ന് മത്തായിയുടെ 4:17 മാർക്കോസിൻ്റെ 1:15 പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. 1 മാനസാന്തരപ്പെടണം, 2 നീ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം, 3 സ്വർഗരാജ്യം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഈശോയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു, ഈശോ പറഞ്ഞ സന്ദേശം, പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 1 നീ മാനസാന്തരപ്പെടണം, 2 അനുതപിച്ച് നീ സുവിശേഷത്തിൽ വിശ്വസിക്കണം, 3 ഇത് 2ഉം ചെയ്താൽ നിനക്ക് സ്വർഗരാജ്യം സ്വന്തമാണ് എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. അതായത് എന്താണ് പറഞ്ഞു വന്നതെങ്കിൽ മാനസാന്തരം, അനുതാപം, സ്വർഗം. ഇതാണ് സ്വർഗരാജ്യത്തിലേക്ക് ഒരാൾ എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട ഘടകം. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മാനസാന്തരം, 2 സുവിശേഷം അനുസരിച്ചുള്ളൊരു ജീവിതം, അനുതാപം, അതുവഴി സ്വർഗം. അതായത് ആദ്യത്തെ 2 ഒരു പ്രോസസ്സാണെങ്കിൽ, ഒരു പ്രക്രിയയാണെങ്കിൽ, 3ാമത്തെ ഒരു ലക്ഷ്യമാണ്, അഥവാ ഒരു ഡെസ്റ്റിനേഷനാണ്. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. മാനസാന്തരമില്ലാതെ, അനുതാപമില്ലാതെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ഇത് ഓർക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കും, സ്വർഗരാജ്യം വളരെ എളുപ്പമാണ്, സ്വർഗത്തിലേക്ക് നമുക്ക് മാനസാന്തരത്തിൻ്റെയോ അനുതാപത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഈശോ പറഞ്ഞ ഈശോയുടെ സബ്ജക്റ്റ്, പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, ഇതാണ് ഓർഡർ: മാനസാന്തരം, അനുതാപം, നിനക്ക് സ്വർഗം. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ചിന്തിക്കും, ബൈബിളിൻ്റെ തിരുവചനങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് 2 തരം വ്യക്തികളെ കാണും. ഒരു തരം വ്യക്തി എങ്ങനെയാണെങ്കിൽ, എത്ര കഠിന പാപിയാണ് ഞാൻ, എത്ര പാപം ചെയ്തു പോയി, ഇനി എനിക്കൊരു മാനസാന്തരത്തിനുള്ള സാധ്യതയില്ല, അനുതപിക്കാൻ എനിക്ക് പറ്റില്ല, അത്രമാത്രം തിന്മകൾ ചെയ്തു, മാരക പാപങ്ങൾ ചെയ്തു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എനിക്കൊരു പാപമില്ല,
ഞാൻ എന്തിന് മാനസാന്തരപ്പെടണം? എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ നല്ലതേ ചെയ്യൂ. എനിക്കൊരു പാപത്തിൻ്റെ കാര്യമില്ല, എനിക്കൊരു കുമ്പസാരത്തിൻ്റെ കാര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ചുറ്റും സമൂഹങ്ങളിൽ നമ്മൾ കണ്ടെത്തും. അല്ല, ആദ്യ വിഭാഗം വ്യക്തിയുടെ ഒന്ന് ധ്യാനിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. 1933 മുതൽ 47 വരെ, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ വരെ ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ട് ഭരിച്ച് ക്രൂരതയുടെ ഒരു പര്യായമായ അഡോൾഫ് ഹിറ്റ്ലർ. ഇദ്ദേഹം നമുക്കറിയാം 70 ലക്ഷത്തിന് പരം യഹൂദരെ കൂട്ടക്കൊല ചെയ്തു. യഹൂദ കുഞ്ഞുങ്ങളെ നേരിട്ട് പിടിച്ച് ഒരു വംശം ഇനി ഉണ്ടാകരുത് എന്ന് വെച്ച് അവരെ ഗ്യാസ് ചേമ്പറിലേക്ക് അയച്ചു. ചുരുക്കി പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദു, നെഗറ്റീവായിട്ടുള്ള കേന്ദ്രബിന്ദു ആരാന്ന് ചോദിച്ചാൽ അഡോൾഫ് ഹിറ്റ്ലറാണ്. ഏകദേശം 8 കോടി ജനങ്ങൾ മരിച്ചുപോയ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഈ അഡോൾഫ് ഹിറ്റ്ലർ നാളെ വന്നിട്ട് പറയാണ്, എനിക്കൊരു മാനസാന്തരമുണ്ട്, അനുതാപമുണ്ട്, ഞാൻ കുമ്പസാരിച്ച് ദൈവകരുണ സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാപമോചനം കിട്ടുമോ ഇല്ലയോ? ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകും, മാനുഷികമായിട്ട് നമുക്കിത് അസാധ്യമാണ്. 8 കോടി ജനങ്ങൾക്ക് മരണകാരണമായ തിന്മയുടെ കേന്ദ്രബിന്ദുവായ ഇദ്ദേഹം വന്ന് മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രക്രിയയിലൂടെ സ്വർഗരാജ്യം പ്രാപ്യമാകുമോ എന്ന് ചോദിച്ചാൽ, അതിന് നമ്മൾ ഈശോ പറയുന്ന വചനം പറയുന്ന ഒരു സന്ദേശം എങ്ങനെയാണ്? ലൂക്കാ സുവിശേഷകൻ 18:27, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതെങ്ങനെയാണെങ്കിലും ഞാൻ ഹിറ്റ്ലറെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹിറ്റ്ലറുടെ പോലെ വളരെ ഭീകരമായി ഭരിച്ച ഒരു ഭരണാധികാരി വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതെവിടെയാണെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. മനാസെ എന്ന് പറഞ്ഞ രാജാവ്, 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ മനാസെ എന്ന് പറഞ്ഞൊരു രാജാവിനെ നമ്മൾ കണ്ടുമുട്ടും. ഈ രാജാവിൻ്റെ പ്രത്യേകത, ഹെസക്കിയ രാജാവിൻ്റെ പുത്രനാണ്. ഹെസക്കിയ നന്മ പ്രവർത്തിച്ച് നന്മകാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയ രാജാവാണെങ്കിൽ, മനാസെ, തൻ്റെ പുത്രനായ മനാസെ തിന്മ പ്രവർത്തിച്ച് 50 വർഷത്തോളം ഇസ്രായേലിനെ പീഡിപ്പിച്ച് തിന്മകൾ പ്രവർത്തിച്ച് വിഗ്രഹാരാധന നടത്തി മ്ലേച്ഛ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് കുഞ്ഞുങ്ങളെ ബലി കഴിപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് എന്തെല്ലാം തിന്മകൾ ചെയ്യാൻ കഴിയോ അത്രയൊക്കെ തിന്മകൾ ചെയ്ത ഒരു രാജാവാണ് മനാസെ. നിങ്ങൾ പഠിക്കണം. 2 രാജാക്കന്മാർ 16-ാമത്തെ അധ്യായത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, മൊളേക്കിനെ ഈ ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അതായത് സോളമനും ദാവീദിനോടും പറഞ്ഞു, കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം അനുസ്മരിപ്പിക്കുന്ന ഈ ദേവാലയത്തിൽ ആരുവെന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ നാമം ആലേഖനം ചെയ്ത ഈ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിലെ അഷ്ടേര പ്രതിഷ്ഠകളെ പ്രതിഷ്ഠിച്ച് അഷ്ടേര വിഗ്രഹത്തെ സ്ഥാപിച്ചു. അത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ച്, എന്തിനേറെ സ്വന്തം പുത്രനെ പോലും ബാലിന് ബലി കഴിപ്പിച്ച രാജാവ്. അങ്ങനെ തിന്മ പ്രവർത്തിച്ച ഈ രാജാവിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം യൂദയെ ഭരിച്ചു 50 വർഷം, 55 വർഷം ഭരിച്ചു. 50 വർഷത്തോളം ഇതേ തിന്മ പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം 13 വർഷമേ ഭരിച്ചുള്ളൂ, 12 വർഷമേ ഭരിച്ചുള്ളൂ. അതായത് 1933 മുതൽ 47 വരെ 12 വർഷമേ ഭരിച്ചുള്ളൂ. എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ഒരുപാട് കൊന്നതിൻ്റെ കാര്യത്തിൽ അഡോൾഫ് ഹിറ്റ്ലറാണ് കൂടുതലെങ്കിൽ, 50 വർഷം തിന്മ പ്രവർത്തിച്ച ഈ മനേസെ രാജാവ് 50 വർഷത്തിൻ്റെ ഭരണശേഷം ഇങ്ങനെയാണ്, അദ്ദേഹത്തിനൊരു മാനസാന്തര അനുഭവം ഉണ്ടായി. അതിന് കാരണം അസീറിയക്കാർ വന്നു, യൂദ രാജാവിനെ തോൽപ്പിച്ചു, അടിമകളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോണിൻ്റെ കഷ്ടതയിൽ വെച്ച് അവൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതെവിടെയാണ് കാണുന്നത് അറിയോ? 2 ദിനവൃത്താന്ത ഗ്രന്ഥം 33-ാം അധ്യായത്തിൻ്റെ 12 അവൻ ഇങ്ങനെ, കർത്താവേ എന്നോട് കരുണ തോന്നണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് അവൻ കരുണയ്ക്ക് വേണ്ടി ഈ 50 വർഷം
2 തലമുറകളോളം ഇസ്രായേൽ മക്കളെ തോൽപ്പിച്ച് മോശമാക്കി ദൈവകൽപ്പനകളെ ലംഘിച്ച് വിഗ്രഹാരാധന നടത്തി മ്ലേച്ഛ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് എന്തെല്ലാം തിന്മകൾ ദൈവത്തിനെതിരെയും ദൈവജനത്തിനെതിരെയും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത ഈ രാജാവ് 50 വർഷത്തിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരുണയായിരിക്കണേ. അത് നമ്മൾ പഠിക്കും. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൻ്റെ 12 അവൻ എന്തു ചെയ്തു? അവൻ അവൻ്റെ പിതാക്കന്മാരുടെ മുന്നിൽ അവൻ അനുതപിച്ചു, അവൻ എളിമപ്പെട്ടു എന്നാണ് വചനം. അവൻ എളിമപ്പെട്ടപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്ത വചനം 2 ദിനവൃത്താന്തം 33-ന്റെ 12-ലും 13-ലും പഠിക്കും. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അസീറിയ രാജാക്കന്മാരിൽ നിന്ന് വിടിവിച്ച് അവനെ വീണ്ടും തിരിച്ച് യൂദയുടെ രാജാവാക്കി വെച്ചു ദൈവം. അടുത്ത 5 വർഷം അവൻ എന്ത് ചെയ്തു എന്നറിയോ? മനേസ രാജാവ് 50 വർഷത്തിൽ ചെയ്ത എല്ലാ തിന്മകളും അവൻ തിരിച്ച് നന്മയാക്കി മാറ്റി. അഷ്ടേര പ്രതിഷ്ഠകളെ എടുത്തെറിഞ്ഞു, ബാലിൻ്റെ വിഗ്രഹത്തെ തച്ചുടച്ചു, പൂജാഗിരികൾ ഈ ഇസ്രായേലിൽ പാടില്ല എന്നവൻ പ്രഖ്യാപിച്ചു. ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും സേനാധിപതികളെ വെച്ച് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവജനത്തെ പഠിപ്പിച്ചു. 50 വർഷം ചെയ്ത തിന്മകൾക്ക് എല്ലാം പരിഹാരമായി അവൻ 5 വർഷം ദൈവത്തിൻ്റെ നന്മകൾ ചെയ്തു. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം ഇങ്ങനെയാണ്: അവൻ സ്വസ്ഥതയിലും ആശ്വാസത്തിലും അവൻ സപിതാക്കന്മാരോട് ചേർന്നു. എന്താണ് അർത്ഥം? അവൻ സ്വർഗം പ്രാപിച്ചു. അതായത് പറഞ്ഞു വന്നത്, ഞാനോ നീയോ എത്ര കഠിന പാപിയാകട്ടെ, എത്ര കുറ്റബോധത്തിലൂടെ കടന്നു പോകുന്നവനാകട്ടെ, മാനസാന്തരം, അനുതാപം, നിനക്ക് സ്വർഗം. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം. മാനസാന്തരവും സുവിശേഷ അനുസൃതമായ ജീവിതവും നീ തയ്യാറാണെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം സുനിശ്ചിതമാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ, എത്രമാത്രം പാപത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, എന്തെല്ലാം കുറ്റബോധമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിലും, ദൈവത്തിൻ്റെ വചനം ഒന്ന് മാംസം ധരിച്ചാൽ, ഒരു അനുതാപത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചാൽ, വിശ്വാസത്തോടെ കുമ്പസാരക്കൂട്ടിനെ അണഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെയും നിൻ്റെയും പാപം പുറത്ത് മാനസാന്തരം, സുവിശേഷത്തിലുള്ള വിശ്വാസ ജീവിതം, അനുതാപം, സ്വർഗരാജ്യം നമുക്ക് സ്വന്തമാണ്. വചനചിന്ത മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ വേറൊരു കാറ്റഗറിയുള്ള ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ കണ്ടത് കഠിന പാപിക്ക് സ്വർഗരാജ്യം സാധ്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഹിറ്റ്ലറെ പോലെയുള്ള ഏറ്റവും ഭീകരത സൃഷ്ടിച്ച് ലോകത്തിലെ തിന്മകൾ പ്രവർത്തിച്ചവൻ്റെ മാനസാന്തരവും അനുതാപവും സത്യമാണെങ്കിൽ, അങ്ങനെയുണ്ട്, മാനസാന്തരവും അനുതാപവും സത്യമാണെങ്കിൽ തീർച്ചയായും നിനക്കും എനിക്കും സ്വർഗരാജ്യം സത്യമാണ്. നമ്മൾ രണ്ടാമതൊരു കാറ്റഗറി വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാറ്റഗറി വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് എന്ത് പാപമാണുള്ളത്, ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പാപമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മുടെ സമൂഹ മധ്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും. അവരുടെ ചിന്ത എങ്ങനെയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ മനസാക്ഷി അനുസരിച്ചാണ് ജീവിക്കണേ, എനിക്കൊരു മാനസാന്തരത്തിൻ്റെയോ അനുതാപത്തിൻ്റെയോ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതത്തിൻ്റെയോ ഒന്നും കാര്യമില്ല. കുമ്പസാരം അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്നവർ ഏകദേശം ഈ കാറ്റഗറിയിൽ പെട്ടവരാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ആണ്ട് കുമ്പസാരം നടത്തി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഇങ്ങനെയാണ്, അവൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള വ്യക്തികളെക്കുറിച്ച് ദൈവം പറയുന്ന, ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണെന്നോ, അവർക്ക് പാപം ഇല്ല എന്നല്ല, അവർക്ക് പാപബോധം ഇല്ല എന്നാണ് സത്യം. അവരൊരു പക്ഷേ ചെറുതും വലുതുമായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ അവരുടെ പാപബോധമില്ല. ഈ അങ്ങനെ പാപബോധമില്ലാത്ത ഒരു യുവാവിനെ ഞാൻ തിരുവചനങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം, അതിൻ്റെ 57, 58, 59 വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
നമ്മൾ അവിടെ ഒരു യുവാവിനെ കണ്ടുമുട്ടും. അവൻ്റെ പേര് സാവൂൾ എന്നാണ്. ഈ സാവൂളിൻ്റെ പ്രത്യേകത, അവൻ യുവാവാണ്. അവനിങ്ങനെ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഭാഗമാണ്. സ്തെഫാനോസിൻ്റെ സുദീർഘമായ അതിമനോഹരമായൊരു പ്രസംഗം. അതൊന്ന് പഠിക്കണം കേട്ടോ. ശരിക്കും ഇസ്രായേലിൻ്റെയും നമ്മുടെയൊക്കെ ചരിത്രം അതിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ, ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ അവർക്കൊരു മാർഗ്ഗമുള്ളൂ, അവനെ കൊല്ലുക. അങ്ങനെ എന്ത് ചെയ്തു അവർ? അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 58-ാം തിരുവചനത്തെത്തുമ്പോൾ അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നാൽ നിൽക്കുമ്പോൾ ഒരു യുവാവിൻ്റെ കാൽക്കീഴിലെ അവൻ്റെ എല്ലാ മേലങ്കികളും സമർപ്പിച്ചു, കാത്തുവെച്ചു. അതായത് മേലങ്കിയുടെ പ്രത്യേകത വെച്ചാൽ, ആ മേലങ്കി എല്ലാവരും ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഈ മേലങ്കി വെച്ചിട്ട് കല്ലെറിയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മേലങ്കിയെല്ലാം അഴിച്ച്, ആ കൈ ഫ്രീ ആക്കണമെങ്കിൽ മേലങ്കിയെല്ലാം അഴിച്ച് അവൻ്റെ കാൽപാദങ്ങളിൽ വെച്ചിട്ടാണ് അവർ കല്ലെറിയണേ. ഇങ്ങനെ കല്ലെറിയുമ്പോൾ ഈ സാവൂൾ എന്ന് പറഞ്ഞ യുവാവ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഒരാളെ കൊല്ലണത്. അവന് ഒരു കുറ്റബോധവും ഇല്ല. ഇതൊക്കെ സാധാരണയാണ്. ഞങ്ങളുടെ മതത്തിനെതിരെ പറഞ്ഞാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് ചെയ്യണം എന്നൊരു മനോഭാവം. ഞാനത് നിങ്ങളെ മനോഭാവത്തിലേക്ക് വിളിക്കുന്നത്, നമ്മുടെ പല ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ടും ഇതെല്ലാം ഒരു ടേക്ക് ഇറ്റ് ഈസി, എനിക്കെന്ത് പ്രശ്നം. ഒരു കൊലപാതകത്തിന് പങ്കുചേർന്ന് അതിന് കൂട്ടുപിടിക്കുന്നവന് പോലും ഒരു പാപബോധമില്ലാതെ ഞാനൊരു കുമ്പസാരത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ മനസാക്ഷി പ്രകാരം ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടും. അതിങ്ങനെയാണ്. പക്ഷേ മാനസാന്തരത്തിൻ്റെ ഒരു കൃപ കിട്ടിയപ്പോൾ ഈ സാവൂള്, നമുക്കറിയാം സാവൂള് പിന്നീട് പൗലോസായിട്ട് മാറി. സാവൂള് പൗലോസായിട്ട് മാറിയപ്പോൾ ഫിലിപ്പി ലേഖനം 3-5-6 തിരുവചനങ്ങളിലെ പൗലോസ്ലീഹ പറയണ മനോഹരമായൊരു വചനമുണ്ട്. അത് സ്വന്തത്തെക്കുറിച്ച് പറയാണ്. ആളുടെ സെൽഫിനെ കുറിച്ചും ആളുടെ ഗോത്രത്തെക്കുറിച്ചൊക്കെ ആൾ പറയാണ്. 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ചവനാണ് ഞാൻ. 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ചവൻ, ഇസ്രായേൽ വംശത്തിൽ പിറന്നവൻ, ബെഞ്ചമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് പറഞ്ഞ എബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, നീതിയുടെ കാര്യത്തിൽ കുറ്റമില്ലാത്തവൻ എന്ന് വെച്ചാൽ അവൻ്റെ മനസാക്ഷിയാണ് പറയണേ, എനിക്കൊരു പാപമില്ലാന്ന്. ഞാൻ ഉന്നത കുല ജാതനാണ്, ഞാൻ ഏറ്റവും അനുഗ്രഹീതനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പൈസയുണ്ട്, എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ടില്ല, ഞാൻ പിന്നെ എന്തിന് കുമ്പസാരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എന്നോടും നിന്നോടും ചോദിച്ചത്. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 3-5-6 പറയുമ്പോൾ നമ്മൾ ഓർക്കണം. എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ. സാവൂൾ എന്ന യുവാവ് യഹൂദരുടെ അധികാരികളുടെ സമ്മതപത്രം മേടിച്ച് അദ്ദേഹം ദമാസ്കസിലേക്കൊരു യാത്ര നടത്തി. കുതിരപ്പുറത്ത് പടയാളികളുമായി ക്രൈസ്തവരെ കണ്ടുപിടിച്ച് അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അവരെ കൊല്ലണം, പീഡിപ്പിക്കണം. അങ്ങനെ സമ്മതപത്രവുമായിട്ട് ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിലെ അവൻ്റെ മേത്ത് ഒരു മിന്നലൊളി, വചനത്തിൻ്റെ മിന്നലൊളി, ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു മിന്നലൊളി. ഈ മിന്നലൊളി അടിച്ചപ്പോൾ അവൻ താഴെ വീണപ്പോൾ പിന്നീടൊരു ചരിത്രമാണ്. സാവൂൾ എന്ന യുവാവ് പൗലോസായിട്ട് രൂപാന്തരപ്പെട്ട ചരിത്രം. ഈ ചരിത്രം നിങ്ങൾക്കറിയാം. ചരിത്രം എങ്ങനെയാണ്? ഇതുവരെ എനിക്കൊരു മാനസാന്തരം ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനു കുമ്പസാരിക്കണം, ഞാൻ എന്തിന് ഞായറാഴ്ചകൾ ആചരിക്കണം, കൽപ്പനകളൊക്കെ ദൈവത്തിൻ്റേതല്ലേ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പണമുണ്ട്, ഞാൻ ചെയ്യാൻ അധികാരമുണ്ട്, എനിക്ക് പാപമില്ല എന്ന് പറയുന്ന എല്ലാവരോടും പൗലോസ് അപ്പോസ്തലൻ പറയാണ്. മിന്നലൊളി അടിച്ചപ്പോൾ സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ടു. ഈ മണിക്കൂറിൽ ലോകമെമ്പാടും ഗുഡ്നസ് ടി വിയുടെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും
ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിനക്ക് ഒരു മാനസാന്തരം ആവശ്യമുണ്ട്, എനിക്ക് ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു. പൗലോസ് അപ്പോസ്തലൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം ഉറപ്പുവരുത്തുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് അദ്ദേഹം വളർന്നു. ആത്മീയ നിലവാരം 2 തിമോത്തി 4:7 2 തിമോത്തി 4:7 നമ്മൾ ഇങ്ങനെ പഠിച്ചു, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. എന്താണതിൻ്റെ അർത്ഥം? ഒരു പാപവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവൻ്റെലേക്ക് വചനത്തിൻ്റെ ഒരു സ്പർശനം വന്നപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, എൻ്റെ വചനം കേൾക്കുന്ന, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ മക്കളെ, വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഈശോ പറയുന്നത് പോലെ മാനസാന്തരം, അനുതാപം, ഇതിലൂടെ സ്വർഗം പോകാൻ നമുക്ക് ഇടവരട്ടെ. മാനസാന്തരം, സുവിശേഷത്തിൽ വിശ്വസിച്ച അനുതാപം, അതുവഴി സ്വർഗം പോകാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പലരും ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ പ്രിയപ്പെട്ട സാറേ അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ 1990 മാനസാന്തരപ്പെട്ടതാണ്. അങ്ങനെ പറയുന്ന ചില സഹോദരന്മാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇത്ര വർഷമായി, 30 വർഷമായി ഞാൻ മാനസാന്തരപ്പെട്ടിട്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1428 29 നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. എന്താണ്? മാനസാന്തരം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അനുതാപം വിശ്വാസത്തിൽ വളരുന്ന ഒരു തുടർ പ്രക്രിയയാണെന്ന് CCC കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ്. അനുദിനം മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം, സുവിശേഷാത്മകമായ ജീവിത പുണ്യങ്ങളിൽ വളരണം, നീ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ഒരു പാപവും ഇല്ല എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ, സാവൂൾ എന്ന യുവാവ് പൗലോസ് അപ്പോസ്തലനായിട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം പിന്നീട് ഈ തിരുവചനത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രമുഖ കർത്താവായിട്ട് മാറി. അതായത് പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങൾ, അതിലെ 14 ഗ്രന്ഥങ്ങൾ എഴുതാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അനുതാപത്തെ ഉപയോഗിച്ചു. 14 ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ചില തിയോളജിസ്റ്റുകൾ പറയും അതിൽ എബ്രായ ലേഖനം പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊരു വ്യൂ ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 13, 27 ഗ്രന്ഥങ്ങളുള്ളപ്പോൾ 13 ഗ്രന്ഥങ്ങൾ എഴുതാൻ ദൈവം സഹായിച്ചു ഇദ്ദേഹത്തെ, ഈ പൗലോസ് അപ്പോസ്തലനെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഒരു പാപവും, എത്ര മാരകമായ പാപത്തിൽ കടന്നു പോകുമ്പോൾ കുറ്റബോധം നിറഞ്ഞ് ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് എനിക്കിനി മാനസാന്തരം സാധ്യമല്ല, എനിക്കിനി ഒരിക്കലും ദൈവത്തിലേക്ക് എത്താൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം വ്യക്തികൾക്ക് കർത്താവ് തരുന്ന ഒരു സന്ദേശമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം. മനേസ എന്ന രാജാവ് പഠിക്കണം. മനേസ ചെയ്ത 55 വർഷം മനേസ ഭരിച്ചു. 55 വർഷത്തിലെ 50 വർഷം തിന്മ പ്രവർത്തിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡോൾഫ് ഹിറ്റ്ലറേക്കാൾ ഭയാനകമായ തിന്മ പ്രവർത്തിച്ചവനെ ക്ഷമിച്ച് മാനസാന്തരം, അനുതാപം, സ്വർഗം പോകുകയെ കർത്താവ് കാത്തിരിക്കുകയാണ്. നീ എത്ര പാപമില്ല എന്ന് തോന്നിയാലും നിനക്ക് ഒരു കുമ്പസാരക്കൂട്ടിന് ആവശ്യമുണ്ട്. നിനക്ക് കുമ്പസാരക്കൂട്ടിൽ കാത്തിരിക്കുന്ന ഈശോയെ ആവശ്യമുണ്ട്. നിന്നെ കർത്താവ് എങ്ങനെയാക്കി മാറ്റും? ഈ സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും.
അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ലോകം മുഴുവനുള്ള എല്ലാ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്കും അനുതാപത്തിൻ്റെ കൃപ, സ്വർഗരാജ്യം, മാനസാന്തരം, അനുതാപം, സ്വർഗം പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ എന്നേക്കും ആമേൻ.